ഞാൻ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഫ്ലവറാണ് ഇത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറിലുള്ള ഫ്ലവറാണ് വേണ്ടത് അതിനനുസരിച്ച് പൈപ്പ് ക്ലീനർ നമ്മൾ യൂസ് ചെയ്യാം. ഇത് പല കളറിലും അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ റെഡ് കളറാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ കയ്യിൽ കിട്ടുന്ന പെന്നോ പെൻസിലോ ഏതാണെന്ന് വെച്ചാൽ എടുത്താൽ ഇതുപോലെ പെൻസിലിന് ചുറ്റും ഇതുപോലെ റൗണ്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം താഴെ ഇതേപോലെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ പെൻസിൽ റിമൂവ് ചെയ്ത് ആ ലെങ്ത്തുള്ള ഭാഗം ലെഫ്റ്റ് സൈഡിലെ ഹോളിലോട്ട് എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ഒന്നുകൂടെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മോൾ വശം കാണുന്നതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റലായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെറ്റൽ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരേപോലെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഈക്വൽ ഡിസ്റ്റൻസിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് അത് കിട്ടും. അപ്പോൾ അതുപോലെ എല്ലാ ഏതെല്ലാം കളർ നമുക്ക് വേണ്ടത് വെച്ചാൽ എല്ലാ ഫ്ലവറും ഇതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഞാൻ ഇവിടെ പലതരം കളറിലെ ഫ്ലവറാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഒരു കളറിലെ ഫ്ലവറേ വേണ്ടെങ്കിൽ ഒരു കളർ മാത്രം ഇതുപോലെ കുറേ എണ്ണം ചെയ്തെടുത്താൽ മതി. അപ്പോൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വയറെടുത്ത് അതിന് ചുറ്റും ഇതുപോലത്തെ ഒരു ഗ്രീൻ ടാപ്പ് കൊണ്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ഫ്ലവറും ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുത്ത് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള പോട്ടിൽ ജസ്റ്റ് അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പോട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ പോട്ടിൽ വെക്കുമ്പോഴാണ് ആ ഫ്ലവറിൻ്റെ ഒരു ഭംഗി വന്നത്. കണ്ടോ, ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഫ്ലവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് തീർച്ചയായും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.